വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നുണ്ട്. പ്രസാദ്, ഈ കള്ളിന്റെ വീര്യം കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തിലാണോ ഇങ്ങനെ കഫ് സിറപ്പ് ചേർക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത് എത്തരത്തിലായിരിക്കും മനുഷ്യ ശരീരത്തിൽ ബാധിക്കുക? എന്താണ് വിദഗ്ധർ പറയുന്നത്? അതിര, ഇത് കള്ളിന്റെ വീര്യം കൂട്ടാൻ തന്നെയാണ് ഇത്തരത്തിൽ കഫ് സിറപ്പ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. നമ്മൾ ഈ വിവരം കിട്ടിയതിന് ശേഷം ഇതിന്റെ രാസപരിശോധനാ ഫലമെല്ലാം വെച്ചുകൊണ്ട് തന്നെ എക്സൈസിന്റെ ഉദ്യോഗസ്ഥരോട് ആദ്യം ഇക്കാര്യം ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് കഫ് സിറപ്പ് ചേർക്കുന്നത്. പക്ഷെ അവർ പറയുന്നത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ കഫ് സിറപ്പ് ചേർക്കാറില്ല. വീര്യം കൂട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ സ്പിരിറ്റ് കലർത്തിയ കള്ള്, അതാണ് ഈ ഇത്തരത്തിലുള്ള ആളുകൾ എളുപ്പത്തിൽ ചെയ്യുന്നത്. കാരണം സ്പിരിറ്റ് ആണ് ഇവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നത്. പക്ഷേ കഫ് സിറപ്പ് അപൂർവമായി മാത്രമാണ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ പറയുന്ന എക്സൈസിന്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്. എന്നാൽ ഈ കള്ള് വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പല ആളുകളുമായി സംസാരിച്ചിരുന്നു. പക്ഷേ ചിലയിടങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഇപ്പോൾ കഫ് സിറപ്പ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാരണം നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചത് തന്നെയാണ്. കൂടുതൽ ലഹരിയിലേക്ക് ഇത് പോകുന്നു, അല്ലെങ്കിൽ ഒരു തലകറക്കം പോലെ അനുഭവപ്പെടുന്നു, കൂടുതൽ ലഹരി കിട്ടാവുന്ന തരത്തിലേക്ക് ഇത് മാറുന്നു എന്നുള്ളതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ ഈ കഫ് സിറപ്പ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അത് എല്ലാ ഷാപ്പുകളിലും ഉപയോഗിക്കുന്നില്ല, പക്ഷേ ചില ഷാപ്പുകളെല്ലാം തന്നെ അത് ഉപയോഗിച്ച് വരുന്നുണ്ട്. മുമ്പും ഇത്തരത്തിൽ കഫ് സിറപ്പിന്റെ സാന്നിധ്യം ഈ എക്സൈസ് തന്നെ സമ്മതിക്കുന്നുണ്ട്. മണ്ണാർക്കാട് പോലെയുള്ള ചില ഷാപ്പുകളിൽ നിന്നും പരിശോധന നടത്തിയപ്പോൾ ഈ കഫ് സിറപ്പിന്റെ ബെനാഡ്രിൽ എന്ന ഇതാണ് കിട്ടുന്നത്. ബെനാഡ്രിലിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. പക്ഷേ എക്സൈസ് അത് അത്രത്തോളം ഗൗരവത്തിൽ എടുക്കുന്നില്ല, കാരണം കൂടുതൽ ഷാപ്പുകളില്ല എന്നുള്ളതാണ്. പക്ഷേ അത് അങ്ങനെയല്ല, കൂടുതൽ ഗൗരവത്തിൽ എടുക്കണം എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ബെനാൾഡിൻ്റെ സാന്നിധ്യം മാത്രമല്ല, അതിൽ ഡയസഫാമിൻ്റെ സാന്നിധ്യം കൂടി ഈ രണ്ട് കള്ള് ഷാപ്പുകളിലും, കുറ്റിപ്പള്ളം, വണ്ണാമട തുടങ്ങിയ രണ്ട് കള്ള് ഷാപ്പുകളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇത് ഒരേ ലൈസൻസ് തന്നെയാണ് ഇതിൻ്റെ രണ്ട് കള്ള് ഷാപ്പുകളും നോക്കി നടത്തുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ അയാളുടെ ഈ നടത്തുന്ന ലൈസൻസിയുടെ ശിവരാജൻ എന്ന് പറയുന്ന ആളുടെ ഷാപ്പുകളിൽ ഇത് ഉപയോഗിച്ച് വരുന്നു എന്നുള്ളത്. ഇത് സാധാരണ എക്സൈസ് എല്ലാ വർഷവും ഒരു റാൻഡം പരിശോധന നടത്താറുള്ളതാണ്. കള്ള് ഷാപ്പുകളിൽ നിന്നും അതിൻ്റെ സാമ്പിൾ ശേഖരിക്കുകയും പിന്നീട് അത് പരിശോധിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് തന്നെ ഇപ്പോൾ കഴിഞ്ഞ 2024 സെപ്റ്റംബറിലാണ് ഇതിൻ്റെ പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിൾ ശേഖരിച്ചത്. പരിശോധനാ ഫലം കഴിഞ്ഞ ദിവസം മാത്രമാണ് ലഭിച്ചത്. അപ്പോൾ ഇത്രയും കാലതാമസം ഇവിടെ വേണ്ടി വരുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയും പോരായ്മയുമാണ്. കൂടുതൽ നടപടി തന്നെയാണ് വേണ്ടത്. കള്ളിൽ ലഹരി കിട്ടുന്നതിന് വേണ്ടി അമിതമായി ഇത്തരത്തിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നു, കഫ് സിറപ്പ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലതരത്തിൽ കള്ളിൽ മായം ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട പല വാർത്തകളും ചെയ്യുമ്പോൾ ഇത്തരത്തിൽ കഫ് സിറപ്പ് ചേർത്തുകൊണ്ട് എന്നുള്ള ഒരു സംഭവം അപൂർവമായിട്ട് തന്നെയാണുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഇപ്പോൾ ഈ രണ്ട് ഷാപ്പുകൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അതിലെ ജീവനക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, ലൈസൻസിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ ഷാപ്പിന്റെ ലൈസൻസ് അത് സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട്ട് നിന്ന്.